നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് IB ഉദ്യോഗസ്ഥ മേഘയുടെ മരണത്തെക്കുറിച്ചാണ്. 25 വയസ്സ് മാത്രം പ്രായമുള്ള അച്ഛൻ്റെ അമ്മയുടെ ഒറ്റ മകളായിട്ടുള്ള മേഘ. വിദ്യാസമ്പന്നയും അതുപോലെ നല്ലൊരു പദവിയിൽ ഇരിക്കുന്ന ഒരു പെൺകുട്ടി. കൊച്ചിൻ എയർപോർട്ടിലാണ് മേഘ ഇപ്പോൾ ജോലി ചെയ്യുന്നത്. പതിവ് പോലെ തന്നെ ജോലിയെല്ലാം കഴിഞ്ഞ് വീട്ടിലോട്ട് പോവുകയാണെന്ന് അച്ഛനെ അമ്മയെ അറിയിച്ചതിന് ശേഷം വീട്ടിലോട്ട് മേഘ പോയില്ല. അടുത്തുള്ള റെയിൽവേ പാളത്തിലോട്ടാണ് പോയത്. എന്തെല്ലാമോ മനസ്സിൽ ഉറപ്പിച്ച മേഘ തൊട്ടടുത്തുള്ള റെയിൽവേ പാളത്തിലോട്ടാണ് നടന്നു നീങ്ങിയത്. കാമുകനോട് ഫോണിൽ സംസാരിച്ച് അവൾ റെയിൽ പാളത്തിന് തല വെച്ചു. മരണത്തിന് കീഴടങ്ങി. ഒരു IB ഉദ്യോഗസ്ഥയായതുകൊണ്ട് തന്നെ സുരക്ഷാ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ഭീഷണിയാണോ, അതല്ലെങ്കിൽ ബാഹ്യശക്തികളുടെ ഇടപെടലാണോ, അങ്ങനെ പല ദുരൂഹതകളും ഈ മരണത്തിൽ നിലനിന്നിരുന്നു. എന്നാൽ തൊട്ടടുത്ത ദിവസം തന്നെ മേഘയുടെ കുടുംബം ഈ മരണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദുരൂഹതകളും അവർക്കുള്ള സംശയങ്ങളും പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. അതിൽ പ്രധാനമായിട്ട് അവർ വിരൽ ചൂണ്ടിയ ഒരു പേര് സുഗാന്ത് സുരേഷ് എന്ന മകളുടെ കാമുകനെ കുറിച്ചാണ്. അദ്ദേഹവും IB ഉദ്യോഗസ്ഥൻ തന്നെയാണ്. മലപ്പുറം എടപ്പാൾ സ്വദേശിയായിട്ടുള്ള സുഗാന്ത് സുരേഷ് എന്ന IB ഉദ്യോഗസ്ഥൻ മകളുമായിട്ട് ദീർഘകാലമായിട്ട് പ്രണയബന്ധത്തിലായിരുന്നെന്നും എന്നാൽ 3.5 ലക്ഷത്തോളം രൂപ ഇദ്ദേഹം അവളിൽ നിന്ന് കൈപ്പറ്റിയിട്ടുണ്ട് എന്നും അച്ഛൻ വെളിപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ തന്നെ മകളെ ശാരീരികമായിട്ടും മാനസികമായിട്ടും ചൂഷണം ചെയ്തോ എന്നും കുടുംബത്തിന് സംശയമുണ്ട്. ഈ പ്രണയബന്ധത്തെ കുറിച്ച് മേഘ വീട്ടിലൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ തുടർച്ചയായിട്ട് കൊച്ചിയിൽ നിന്ന് ബാംഗ്ലൂരിൽ നിന്ന് കൊച്ചി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇവർ ഒരുമിച്ച് യാത്ര ചെയ്യുന്നതെല്ലാം വീട്ടുകാർ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനെക്കുറിച്ച് മാതാപിതാക്കളും മേഘയുടെ അടുത്ത് ചോദിച്ചപ്പോൾ മേഘ പറഞ്ഞത് സുഗാന്തിന് ഉടനെ തന്നെ വിവാഹത്തിന് കഴിയില്ല, കുറച്ച് കാലതാമസം വേണമെന്നും അതുപോലെ തന്നെ അയാൾക്ക് IAS എഴുതിയെടുക്കണമെന്നാണ് മേഘയെ ധരിപ്പിച്ചിരുന്നത്. ഇതിനിടയിൽ മേഘയ്ക്ക് കിട്ടുന്ന വരുമാനം എല്ലാം സുഗാന്ത് കൈപ്പറ്റുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ മേഘ അറിയുവാണ് മേഘയെ കൂടാണ്ട് സുഗാന്തിന് വേറൊരു കാമുകി കൂടി ഉണ്ടെന്ന്. മാനസികമായി ആകെ തകർന്നു പോയ മേഘ ഇതിനെ തുടർന്നാണ് ആത്മഹത്യ ചെയ്തത്. മേഘയുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എല്ലാം ചെക്ക് ചെയ്തപ്പോൾ സുഗാന്തും ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് മനസ്സിലായ പോലീസ് സുഗാന്തിനെ അന്വേഷിച്ച് വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെയും സുഗാന്തില്ല. മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് എവിടെയോ കുടുംബസമേതം ഒളിച്ചോടിയിരിക്കുകയാണ്. ആദ്യം തന്നെ സുഗാന്തിന്റെ പേര് ഇതിനകത്ത് വലിച്ചിഴക്കപ്പെട്ടെങ്കിലും പോലീസിന്റെ ഭാഗത്തുനിന്ന് വൻ വീഴ്ചയാണ് ഉണ്ടായിരുന്നത്. ആദ്യം തന്നെ സുഗാന്തിനെ കസ്റ്റഡിയിൽ എടുത്തിരുന്നെങ്കിൽ ഈ ഒളിവിൽ പോകാനൊന്നും അവസരം ഉണ്ടാവില്ലായിരുന്നു. മേഘയുടെ കാമുകനായിട്ടുള്ള ഈ സുഗാന്ത് സുരേഷും ഒരു IB ഉദ്യോഗസ്ഥനാണ്. സാമ്പത്തികമായിട്ട് നല്ല ചുറ്റുപാടുള്ള ഒരു സാഹചര്യത്തിലാണ് സുഗാന്തും ജീവിച്ചു വളർന്നത്. എന്നാൽ പോലും പണത്തോടുള്ള ആർത്തി കാരണമാണ് സ്വന്തം കാമുകിയെ ഈ ഒരു നിലയിലിട്ട് എത്തിക്കപ്പെട്ടത്. എത്ര ഉയർന്ന ഉദ്യോഗസ്ഥരിരിക്കുന്ന പെൺകുട്ടിയാണെന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ എത്ര വിവരവും പഠിപ്പൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. ഇതുപോലുള്ള ഒരു സാഹചര്യത്തിൽ ഈ ഒരു ഇത്രയും ടോക്സിക് ആയിട്ടുള്ള ഒരു ബന്ധത്തിൽ നിന്ന് ഒഴിഞ്ഞ് സ്വന്തം കാര്യം മാത്രം നോക്കി അല്ലെങ്കിൽ സ്വന്തം ഹാപ്പിനെസ് മാത്രം നോക്കി സ്വയം ജീവിക്കാനുള്ള ഒരു കെൽപ്പ് ഈ പറയുന്ന പെൺകുട്ടിക്ക് കാണിച്ചില്ല. പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും ഒരു റിലേഷനിൽ ഏർപ്പെടുമ്പോൾ നമ്മുടെ സന്തോഷം വേറൊരാൾ കണ്ടെത്താൻ ശ്രമിക്കുമ്പോഴാണ് ഇതുപോലെ ആത്മഹത്യയിലേക്ക് നമുക്ക് മുന്നോട്ട് പോകേണ്ടി വരുന്നത്. അതല്ലാത്ത പക്ഷം അവരില്ലെങ്കിലും നമുക്ക് ജീവിക്കാൻ വേണ്ടി പറ്റും. നമ്മുടെ സന്തോഷം നമ്മളിൽ തന്നെ കാണാൻ സാധിക്കണം. നമുക്ക് അതിനുവേണ്ടി ശ്രമിക്കണം. അല്ലാത്ത പക്ഷമാണ് ഇതുപോലെ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്ത് നമ്മുടെ സന്തോഷം മറ്റുള്ളവരുടെ കയ്യിലാണ്, അല്ലെങ്കിൽ നമ്മളെ സന്തോഷിപ്പിക്കേണ്ട ഉത്തരവാദിത്തം അല്ലെങ്കിൽ നമ്മളെ മുന്നോട്ട് ജീവിപ്പിക്കേണ്ട ഉത്തരവാദിത്തം വേറൊരാളുടെ കയ്യിലാണ് എന്ന് വിചാരിക്കുമ്പോൾ മാത്രമാണ് ഇതുപോലെ ആത്മഹത്യയിലോട്ട് ചെന്ന് എത്തപ്പെടുന്നത് പെൺകുട്ടികൾ. ആത്മഹത്യ ഒന്നിനൊരു പരിഹാരമല്ല. മറ്റൊരാളെ ശിക്ഷിക്കാം അല്ലെങ്കിൽ മറ്റൊരാളെ വേദനിപ്പിക്കാം എൻ്റെ മരണത്തിലൂടെ എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് വെറും വെറുതെയാണ്. അവർക്ക് ഇതൊന്നും ഒരു ശിക്ഷയല്ല. അവരെങ്ങനെയും ജീവിക്കും. നിങ്ങൾ മരിച്ചപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ പാരൻസിനും വേണ്ടപ്പെട്ടവർക്കും മാത്രമാണ് പോയത്. അതല്ലാണ്ട് നിങ്ങൾ ഒരിക്കലും സ്നേഹിച്ചിട്ടില്ലാത്ത അല്ലെങ്കിൽ നിങ്ങൾ എത്ര കരഞ്ഞാലോ അല്ലെങ്കിൽ നിങ്ങൾ മരിച്ചാലോ ഒരു പ്രശ്നവുമില്ലാത്ത ആർക്കോ വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ജീവിതവും സ്വപ്നങ്ങളും എല്ലാം കളഞ്ഞിട്ട് ഏതോ ഒരു ലോകത്തേട്ട് പോയിട്ട് എന്താണ് കാര്യം? ഈ 25 വയസ്സിൽ എത്രമാത്രം സ്ട്രഗിൾ ചെയ്തിട്ടായിരിക്കും ഒരു പെൺകുട്ടി ഇത്രയും നല്ലൊരു പദവിയിലോട്ട് എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നത്. എത്രയോ പേരുടെ സ്വപ്നമാണ് ഇങ്ങനെ ഒരു ജോലി എന്ന് പറയുന്നത്. അതെല്ലാം ഉപേക്ഷിച്ച് ഇത്രയും നല്ല മാതാപിതാക്കളെ ഉപേക്ഷിച്ച് ഇത്രയും നല്ല ജോലി ഉപേക്ഷിച്ച് ഇത്രയും നല്ല സുന്ദരമായിട്ടുള്ളൊരു ലോകം വെടിഞ്ഞിട്ട് ആ പെൺകുട്ടി ഇപ്പം മരണത്തിന് കീഴടങ്ങി. എന്താണ് നേടിയത്? ലാസ്റ്റ് എന്ത് തന്നെ സംഭവിച്ചാലും പുതിയതായിട്ടൊന്ന് തുടങ്ങാൻ പറ്റും. എവിടെയെങ്കിലും റിലേഷൻഷിപ്പ് എന്തെങ്കിലും ബ്രേക്ക് ആവുന്നുണ്ട് അല്ലെങ്കിൽ ടോക്സിക് ആണെന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുക. പുതിയതായിട്ട് റീസ്റ്റാർട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ആ പറയുന്ന വ്യക്തികളെ ഒഴിവാക്കിയിട്ട് ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഒഴിവാക്കിയിട്ട് നമുക്ക് നമ്മുടേതായ ഒരു പാത കണ്ടെത്താൻ പറ്റും. നമ്മളെ സ്നേഹിക്കുന്നവരും നമ്മളെ ഇഷ്ടപ്പെടുന്നവരൊക്കെ കുറച്ചെങ്കിലും ആൾക്കാർ ഈ ലോകത്ത് ജീവിച്ചിരിപ്പുണ്ട്. അവരുടെ ഇടയിൽ നമുക്ക് നമ്മുടെ സന്തോഷങ്ങളും അല്ലെങ്കിൽ നമ്മളെയും കണ്ടെത്തി ജീവിക്കാനായിട്ട് കഴിയും. എവിടെയെങ്കിലും ഏതെങ്കിലും റിലേഷൻഷിപ്പിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ബന്ധങ്ങളിലോ കുടുങ്ങി കിടക്കുന്ന ഏതെങ്കിലും പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ ദയവായിട്ട് ആത്മഹത്യ ചെയ്യരുത്. ആത്മഹത്യ ഒന്നിനൊരു പരിഹാരമല്ല. നിങ്ങളെ കാത്ത് വിശാലമായിട്ടൊരു ലോകം കാത്തിരിപ്പുണ്ട്. അതിനകത്ത് നിങ്ങൾ
കഷ്ടപ്പെട്ടും അധ്വാനിച്ചും അതിൽ നിങ്ങളുടെ സന്തോഷങ്ങൾ നിങ്ങളിൽ തന്നെ കണ്ടെത്തിയും ജീവിച്ച് കാണിച്ചു കൊടുക്കണം. മരണം ഒന്നിനും പരിഹാരമല്ലെന്നും ഞാൻ ഇനിയും പുതിയ പുതിയ ലോകം കണ്ടെത്തുമെന്നും പുതിയ പുതിയ ഉയർച്ചകളിലേക്ക് എത്തിച്ചേരുമെന്നും നമ്മൾ അവരിലേക്ക് കാണിച്ചു കൊടുക്കണം. നമുക്ക് അതിനെല്ലാം കഴിയും. നിങ്ങൾ ആരുമില്ലെങ്കിലും, നിങ്ങൾ ഒന്നുമില്ലെങ്കിലും, ഒന്നിനെ ആശ്രയിച്ചില്ലെങ്കിലും ഞാൻ എവിടെയെങ്കിലൊക്കെ എത്തിച്ചേരും, അത് നിങ്ങളും കാണും എന്നുള്ള രീതിയിലൂടെ നമ്മൾ മുന്നോട്ട് പോവാൻ. ജീവിക്കാൻ ഒരുപാട് ആഗ്രഹം ഉണ്ടായിട്ടും ഒരുപാട് സ്വപ്നം കണ്ട് ജീവിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അസുഖങ്ങൾ നിമിത്തവും അല്ലെങ്കിൽ ക്യാൻസർ വാർഡിൽ കൊച്ചു കുഞ്ഞുങ്ങളടക്കം ഇനിയും ജീവിക്കണം, ഒരുപാട് വർഷം കൊതിയോടെ കാത്തിരിക്കുന്ന ആൾക്കാരുണ്ട്. അവരെയൊക്കെ മുമ്പിൽ വെച്ചാണ് നിങ്ങൾക്ക് ഒരുപാട് വിശാലമായിട്ട് കിടക്കുന്ന നിങ്ങളുടെ ഈ ജീവനും ജീവിതവും നിങ്ങൾ ഏതിൽ ട്രെയിൻ പാളത്തിനോ അല്ലെങ്കിൽ കയറിനോ ഇരയാക്കി മരണം വരിക്കുന്നത്. അതുകൊണ്ട് ആത്മഹത്യ ആരും തിരഞ്ഞെടുക്കരുത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ കഴിയുവാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.